യെസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വന്നു. അപ്പോൾ ബ്ലാക്ക് കളറാണ് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. ഇത് അപ്പോൾ നമുക്ക് കയറി ഇരുന്ന് നോക്കാം. കയറിയിരിക്കുമ്പോൾ അതിൻ്റെ സീറ്റായിട്ട് വന്ന 800mm ആണ്. എനിക്ക് പക്കാ ഫ്ലാറ്റ് ഫുട്ടാണ്, വേറൊരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ ടാങ്ക് ആയാലും നമുക്ക് അത്യാവശ്യം കാലൊക്കെ ശരിക്കും ടക്കിങ് ചെയ്തിരിക്കാം. ടാങ്കിൻ്റെ ആ ഒരു കേവ്, ആ ഒരു കട്ടിങ്സ് ആയാലും നമുക്ക് നല്ല രീതിയിൽ കയറിയിരുന്നാൽ ശരിക്കും നമുക്ക് സുഖമായിട്ട് കാലൊക്കെ ടക്കിങ് ചെയ്ത് അകത്തിരിക്കാം. വണ്ടി ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ കീയൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു LED ക്ലസ്റ്ററാണ് വന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് വിശ്വസിക്കുന്നു. ഫ്യൂൽ ഗേജ് ഉണ്ട് ഇവിടെ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഇവിടെ RPM മീറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ട്രിപ്പ് A, ട്രിപ്പ് B, ഓഡോമീറ്റർ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു മീറ്ററാണ്. പിന്നെ ഇവിടെ ഒരു RPM ലിമിറ്ററിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. സ്വിച്ചസൊക്കെ നോർമൽ സ്വിച്ചസാണ്. ക്ലച്ചിൻ്റെ ഒരു അത്യാവശ്യം സോഫ്റ്റ് ക്ലച്ചാണ്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടോ. നമുക്ക് വണ്ടി പുറത്തേക്ക് ഇറക്കാം. ഓഫീസ് ടൈമായി. കുണ്ടന്നൂർ ബ്ലോക്കുകൾ തുടങ്ങി വരുന്നു, തിരക്കുകൾ കൂടി. അപ്പോൾ നല്ല ബ്ലോക്കിലൂടെയാണ് നമ്മൾ ഓടിക്കാൻ പോണേ. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ വണ്ടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു റിലാക്സ് ആയിട്ടുള്ള പൊസിഷനാണ്. അധികം നമ്മുടെ വെയിറ്റ് ഫ്രണ്ടിലോട്ട് വരുന്നില്ല, അങ്ങനത്തെ നമുക്കൊരു ഫീലൊന്നുമില്ല കേട്ടോ. വണ്ടി നമുക്ക് സുഖമായിട്ട് ഇരുന്ന് ഓടിക്കാം. പിന്നെ നമുക്ക് മെയിൻ ഒരു കാര്യം വെച്ചാൽ വണ്ടി ഭയങ്കര സ്മൂത്താണ്. നമുക്കങ്ങനെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇനീഷ്യൽ ഉണ്ട്. ഇപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഗിയർ അല്ലെങ്കിൽ കൈ കൊടുത്ത് പോകാനോ പറ്റുന്നില്ല. ഞാൻ ഇത്തിരി നല്ല റോഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ റോഡ് ഓടിക്കാനായിട്ടൊന്നുമില്ല. എനിക്കിത് ആകെ ഇത്ര പിന്നെയും നമ്മൾ കുണ്ടന്നൂരിൻ്റെ ഈ വൃത്തികെട്ട റോഡുകളിലൂടെയാണല്ലോ ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കുഴിയും കാര്യങ്ങളും റോഡില്ല ശരിക്കും പറഞ്ഞാൽ. ഫുൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന റോട്ടിൽ കൂടെയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ കൂടെ പോകുമ്പോൾ സസ്പെൻഷൻ അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ്, അത്യാവശ്യം സോഫ്റ്റർ സസ്പെൻഷനാണ്. കാര്യം നമുക്ക് ബംസ് ഒന്നും നമുക്ക് ശരിക്കും, അല്ലെങ്കിൽ ഗട്ടറായാലും നമുക്ക് ഈ ബാഡ് റോഡ്സിൻ്റെ ഫീലൊന്നും നമുക്ക് അത്രയ്ക്ക് കയ്യിലൊന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല. നമ്മുടെ ഫ്രണ്ടിലത്തെ ഷോക്കും ബാക്കിലത്തെ ഷോക്കായാലും ശരിക്കും അത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ടണൽ എഫക്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി കയറി പോകട്ടോ. നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് ഹയർ ആർ പി എംസിൽ നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ, നമുക്കൊരു 6000 RPM 7000 RPM കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫുട് പെഗ്സിൽ നമുക്ക് വൈബ്രേഷൻ ശരിക്കും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ വണ്ടി നല്ല സ്മൂത്താണ്. ബാക്കി എല്ലാ ഗിയേഴ്സിലും വണ്ടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 161 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. അപ്പോൾ നമുക്ക് അത്ര വെയിറ്റ് ഒന്നും ആയിട്ട് തോന്നുള്ള വണ്ടിക്ക്. കാര്യം ഓടിക്കുമ്പോൾ നമുക്ക് ഒട്ടും വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യണില്ല. വണ്ടി അത്യാവശ്യം വലിയ അത്ര എൻജിനിൽ നിന്ന് അത്ര നോയ്സോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഹാൻഡിൽ കിട്ടുന്ന വൈബ്രേഷനോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം സ്മൂത്തായിട്ടാണ് വണ്ടി പോണത്. വണ്ടി നമുക്ക് സിമ്പിളായിട്ട് 100 കയറും. നമുക്കതിന് അധികം വണ്ടീനായിട്ട് വലിപ്പിക്കാനായിട്ടൊന്നും തോന്നുന്നില്ല. വണ്ടി നല്ല സ്മൂത്തായിട്ട് തന്നെ 100 കയറുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു വഴി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര കയറുമെന്ന്. ഞാനിപ്പോൾ 110 120 ആ ഇതിലേക്ക് പോണേ. അപ്പോൾ ഈ സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നമുക്കായാലും ഇത് നമ്മുടെ ഹാൻഡ്ലിംഗ് പൊസിഷൻ ആയാലും നമുക്ക് ഫ്രണ്ട് നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ പോയാലും നമുക്ക് അത്ര ലീനൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് ചെറിയൊരു ലീനേ ഉള്ളൂ. നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും ഒരിക്കലും തോന്നില്ല. നമ്മുടെ ഹാൻഡിൽ ബാറിലേക്ക് അങ്ങനെ അധികം വെയിറ്റ് വന്നില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ലോങ്ങൊക്കെ പോകാവുന്നതാണ്.
ഇതിൻ്റെ ബ്രേക്സ് അത്യാവശ്യം നല്ല ബ്രേക്സാണ്. നമുക്ക് ABS ആയാലും നല്ലൊരു റെസ്പോൺസീവായിട്ടുള്ളൊരു ബ്രേക്സാണ് ഇതിൻ്റെ. നമുക്ക് ആ ഡുവൽ ചാനൽ ABSൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിന് ശരിക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബാക്ക് ബ്രേക്ക് ആയാലും ഫ്രണ്ട് ബ്രേക്ക് ആയാലും ബ്രേക്കിംഗ് ഒക്കെ വണ്ടിക്ക് പറ്റിയ ഒരു ആപ്റ്റായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ്. ആകെ എനിക്കൊരു കുറവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒരു വൈബ്രേഷൻ ഫീലിംഗ് ഇത്തിരി കൂടുതലാണ് ഹയർ RPMസിൽ. പിന്നെ വണ്ടിയുടെ ഫ്ലിക്കബിലിറ്റി പറഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ഉള്ള വണ്ടികൾ എനിക്ക് തോന്നുന്നു അത്രയും ഫ്ലിക്കബിൾ അല്ല. പക്ഷേ ഇതും ഫ്ലിക്കബിൾ ആണ്, അല്ല എന്ന് ഞാൻ പറയില്ല. നമുക്ക് അത്യാവശ്യം പിന്നെ ഈ കിറ്റുള്ള വണ്ടിയും പിന്നെ ഇങ്ങനത്തെ ഒരു പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് ട്രാഫിക്കിൽ ഫ്ലിക്കബിലിറ്റി കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര വണ്ടി ഫ്ലിക്കബിൾ അല്ല. നമ്മുടെ MTO അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളെക്കാട്ടും ഫ്ലിക്കബിലിറ്റി ഇതിന് ഇത്തിരി കുറവാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ. ഇന്ന് എനിക്ക് ആകെ കിട്ടിയേക്കണ കുറച്ച് കിലോമീറ്ററാണ്. ഇതിൽ നിന്ന് ഞാൻ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വണ്ടി ഇനിയും കൂടുതൽ കിലോമീറ്റർ ഓടിക്കാൻ ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ വണ്ടി അവർ രജിസ്റ്ററും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ രജിസ്റ്ററും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി പിന്നെ ഒരു ദിവസം അവരിത്തിരി ലോങ് റൈഡ് റിവ്യൂ ചെയ്യാൻ തരുന്നതായിരിക്കും. പിന്നെ ഹീറ്റിംഗ് എനിക്കിപ്പോൾ ഇത്രയും നല്ല ട്രാഫിക്കും ആയിരുന്നു അല്ലായിരുന്നു. എനിക്ക് ഈ ഹീറ്റിംഗ് ഒന്നും ആയിട്ടില്ല ഹീറ്റാവാൻ വണ്ടി. പിന്നെ ഇത് 2-3 പേര് ഓടിച്ചിട്ടാണ് എനിക്ക് ഈ വണ്ടി ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഹീറ്റിംഗ് എനിക്ക് വലിയ ഇഷ്യൂ ഒന്നുമില്ല. കാര്യം ഓയിൽ കൂൾഡ് വണ്ടിയിൽ ഫിൻസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും അയ്യോ എന്നായി പോവും. പക്ഷേ അവരുടെ ആ കൂളിംഗ് സിസ്റ്റം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ശരിക്കും. പിന്നെ സീറ്റ് ഞാനിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്നു. സീറ്റ് അത്യാവശ്യം കംഫർട്ടബിളാണ്. നമുക്ക് അത്യാവശ്യം കുഷനിങ്ങുള്ള സീറ്റാണ്. നമുക്കപ്പോൾ പില്ലിയൻ സീറ്റ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ കുഷൻഡ് സീറ്റ് ആയിരിക്കും. നമുക്കതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. യെസ്, അപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അധികം ദൂരം ചെയ്തില്ല, കുറച്ച് ദൂരം ഞാൻ ചെയ്തുള്ളൂ. 250 ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എനിക്ക് വണ്ടിനെ പറ്റി എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് അധികം പറയാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കാര്യം ഞാൻ അധികം കിലോമീറ്റർ ഓടിച്ചില്ല. ഞാൻ കൂടി 3 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാകും വണ്ടി. അപ്പോൾ അതിലൂടെ എനിക്ക് പറയാൻ നല്ല സീറ്റിംഗ് കംഫർട്ടൊക്കെ അത്യാവശ്യം നല്ലതാണ്. നല്ല കുഷൻ്റെ സീറ്റാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഹാൻഡിൽ പൊസിഷൻ ആണെങ്കിലും നമുക്ക് ട്രാഫിക്കിലൊക്കെ അത്യാവശ്യം നമുക്ക് ഫ്ലിക്കബിളാണ് വണ്ടി. അത്ര രീതിയിൽ ഫ്ലിക്കബിൾ ഇല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഫ്ലിക്ക് ചെയ്ത് നടക്കാം വണ്ടി. പിന്നെ അതുകൂടാണ്ട് വണ്ടിയുടെ പവർ ആയാലും നമുക്ക് അത്യാവശ്യം കറക്റ്റ് ഒരു 6000 മുതൽ 8000 RPMൻ്റെ ആ റേഞ്ചിൽ കറക്റ്റ് നമുക്ക് എല്ലാ പവർ ഡെലിവറിയും കിട്ടും. അപ്പോൾ നമുക്ക് സിറ്റിയിലൂടെയൊക്കെ ഓടിക്കാൻ നല്ലൊരു സുഖമായിരിക്കും വണ്ടി. അപ്പോൾ വണ്ടിയുടെ വില വന്നത് 2 ലക്ഷമാണ് 250യുടെ വില വന്നത്. അപ്പോൾ അത് ഓൺ റോഡ് പ്രൈസാണ് വണ്ടിയുടെ. പിന്നെ നമുക്ക് വണ്ടിയുടെ സർവീസ് കോസ്റ്റ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. വണ്ടി വന്നിട്ടേ ഉള്ളൂ. ഡെലിവറി എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത ആഴ്ച കഴിയും. ഈ വീക്കും നെക്സ്റ്റ് വീക്കും കഴിഞ്ഞിട്ട് ഡെലിവറിയൊക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിങ്സോ എൻക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ VTJ സുസുക്കിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലേക്ക് നോക്കിയാൽ മതി, അതിലേക്ക് വിളിച്ചാൽ മതി. ഞാൻ സ്ഥലത്തിൻ്റെ ഷോറൂമിൻ്റെ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിപ്പോൾ ജിക്സറിന് കുറച്ച് 250ക്കും 150ക്കും കുറച്ച് ആക്സസറീസ് വരുന്നുണ്ട്. മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്സസറി എന്ന് വെച്ചാൽ നമ്മുടെ ചാർജറാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, കണ്ടോ, അത് ചാർജർ വരുന്നുണ്ട്. പിന്നെ ടാങ്ക് പാഡ്, പിന്നെ നമ്മുടെ അലോയ് വീലിൻ്റെ റിമ്മിൻ്റെ അവിടെ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ്, സീറ്റ് കവർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ DC ചാർജറാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് നമുക്ക് ഫാക്ടറി അവിടെ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് ചാർജർ അവർ ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇപ്പോൾ ടൂറിങ്ങിനൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ മൊബൈൽ ചാർജർ. അത് കമ്പനിയിൽ നിന്ന് വെച്ച് തരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ രണ്ടാമത് പൈസ മുടക്കിയോ നമ്മളത് വേറെ ഫിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കനുണ്ട്, ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ സൈൻ ഓഫ് ചെയ്യണം മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.